ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഞാൻ ഇന്ന് സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് ലവ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ സമയത്ത് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. അവരുടെ അപ്രോച്ച്, അവരുടെ ബിഹേവിയറിൽ നിങ്ങൾ എത്രയും അവരെ അപ്രോച്ച് ചെയ്യണോ അത്രയും അവരൊരു ഡിസ്കണക്റ്റഡ് മാതിരി ഒരു എനർജിയിലാണ്. പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് മെസ്സേജ് ചെയ്താലും ചിലപ്പോൾ ആ റെസ്പോൺസ് ശരിയല്ല അവരുടെ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും നടക്കേണ്ട വെച്ചാൽ അത് എപ്പോഴാണ് മാറുക, എപ്പോഴാണ് ഈ പേഴ്സൺ എന്നെ മെസ്സേജ് ചെയ്യുക, തിരിച്ച് മെസ്സേജ് ചെയ്യാന്ന് അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ല. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവണില്ല എന്താ നടക്കണേന്ന്. അതുമാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളോട് ഒന്നും തുറന്ന് പറയണില്ല, ഒന്നും കാര്യങ്ങൾ ഷെയർ ചെയ്യണില്ല. കുറേ സീക്രറ്റ്സ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവണില്ല ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് ഇപ്പോൾ. അപ്പോൾ കുറേ ഒരു കോംപ്ലിക്കേറ്റഡ് എനർജിയാണ് ഞാൻ കാണുന്നത്, കുറേ ഒരു കൺഫ്യൂസിങ് എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ ആക്ച്വലി പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്നത് എന്താ വെച്ചാൽ, മൈ ലൈഫ് ഇസ് നോട്ട് ആസ് ടുഗെദർ ആസ് ഇറ്റ് സീംസ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി എന്തോ നടക്കുന്നുണ്ട്, എന്തോ ഉണ്ട്. എന്താ വെച്ചാൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ വേറെ കാര്യങ്ങളാണ് പ്രയോറിറ്റി ഉള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചല്ല ഇത്. പക്ഷേ മേ ബി അവർക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ ഇത്രയും അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്. ദ ടൈമിങ് ജസ്റ്റ് വാസൻറ്റ് റൈറ്റ് ഫോർ അസ്. അപ്പോൾ ഇത് ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ഈ സമയത്ത് അവരുടെ ലൈഫിൽ വേറെ പ്രോബ്ലംസ് ഉണ്ടാവുകൊണ്ട് അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒന്നും ഒരു ക്ലാരിറ്റി തരാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ലോങ് വീഡിയോ, ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണം വെച്ചാൽ ഞാൻ വേറെ ഒരു വീഡിയോ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ആൻഡ് നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടേക്ക് കെയർ.